നമ്മൾ ആരംഭിക്കുകയാണ്. ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. 0484283510 ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് വിഷയങ്ങൾ അറിയിക്കാം. ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ വാട്സാപ്പ് വഴി ഞങ്ങൾക്ക് അയച്ചു നൽകാം. 6235968937 ഈ നമ്പറിലൂടെ ദൃശ്യങ്ങൾ, വാർത്തകളൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. നമ്മൾ ആദ്യം പോകുന്നത് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പുതിയൊരു റിപ്പോർട്ടിലേക്കാണ്. പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി ലഭിക്കില്ല എന്നാണ് തട്ടിപ്പിന് ഇരയായവർ പറയുന്നത്. മലബാറിൽ പാതിവില തട്ടിപ്പിൽ ഇരകളായവർ സംയുക്തമായപ്പോൾ നിയമ നടപടിക്കൊരുങ്ങുകയാണ്. വഞ്ചിക്കപ്പെട്ടവർക്ക് നിയമസഹായം നൽകാനായി വിവരാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഇപ്പോൾ ഒന്നിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. ദിനംപ്രതി ഇരകളായവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, ഗൃഹോപകരണങ്ങൾ എന്നിങ്ങനെ ഓഫർ ചെയ്താണ് തട്ടിപ്പ്. പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയാൽ പോലീസ് പരിഹസിക്കുകയും പരാതി സ്വീകരിക്കുന്നില്ലെന്നും വഞ്ചിക്കപ്പെട്ടവർ പറയുന്നു. താമരശ്ശേരി ഇവിടെ പരാതി എടുക്കാൻ ചെന്ന് CI ഇല്ലയെന്ന് പറഞ്ഞ് 2 ദിവസം 3 ദിവസം വെയിറ്റ് ചെയ്യിപ്പിച്ച്, അതിനുശേഷം CI ഉള്ള ദിവസം നമ്മൾ പോയി. പക്ഷേ CI പറഞ്ഞു ഇവിടെ കേസ് എടുക്കില്ല, കാരണം നിങ്ങളെ സംഭവം നടന്ന വാഴക്കാട് വെച്ച് സ്റ്റേഷൻ പരിധിയിലാണ്, അതുകൊണ്ട് അവിടേക്ക് പോകണമെന്നാണ്. നിങ്ങളും എടുക്കുന്നില്ല, വാഴക്കാട് സ്റ്റേഷനും എടുക്കുന്നില്ല, പിന്നെ സാധാരണക്കാരായ ഞങ്ങൾ എവിടെ പരാതി കൊടുക്കണം. ഈ പശ്ചാത്തലത്തിലാണ് തട്ടിപ്പിനിരയായവർ ഒന്നിച്ച് നിയമ നടപടിക്കായി ഒരുങ്ങുന്നത്. കോഴിക്കോട്, പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ് സംഘടിച്ച് നിയമ നടപടികൾ ആലോചിക്കുന്നത്. സ്വരാജ് വാഴക്കാട്, ഹവിൽദാർ MA മെമ്മോറിയൽ ലൈബ്രറി വാഴക്കാട്, സമഗ്ര ബാലുശ്ശേരി എന്നീ സംഘടനകൾ വഴി പണം നൽകിയവരാണ് പാതിവില തട്ടിപ്പിൽ ഇരകളായത്. നമ്മൾ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ ഒരു പരാതി സ്വീകരിക്കുന്നില്ല. ഞാനിപ്പോൾ ഓൺലൈനാണ് കംപ്ലയിൻറ്റ് എന്നിട്ട് കൊടുത്തത്. അപ്പോഴും അവർ ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായി, ശരിക്കും പറഞ്ഞാൽ ഒരു 24 hours അവർ വിളിച്ച് മൊഴിയെടുക്കാനുള്ളതും ചെയ്യേണ്ടതാണ്. ഒന്നും ചെയ്തിട്ടില്ല അവർ ഇതുവരെ. അപ്പോൾ പോലീസ് ഈ പറയുന്ന ഞങ്ങൾ ഈ പൈസ കൊടുത്ത് ഇഷ്യൂ ആയിരിക്കുന്നവരുടെ കൂടെ അല്ല അവർ നിൽക്കുന്നത്. ഈ പറയുന്ന അവരൊക്കെ നല്ല പിടിപാടുള്ളവരാണ്, അവരുടെ കൂടെ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇവർക്ക് നിയമസഹായവും പിന്തുണയും നൽകാൻ സാമൂഹ്യ പരിസ്ഥിതി വിവരാവകാശ പ്രവർത്തകർ ഒന്നിച്ചു. തുടക്കമെന്ന നിലയിൽ കോഴിക്കോട് ജില്ലയിൽ, പ്രത്യേകിച്ച് ഇവിടെ കോഴിക്കോട് ജില്ല, അതേമാതിരി മലപ്പുറം ജില്ല, വയനാട് ജില്ല, ഈ 3 ജില്ലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിക്ടിംസിനെ ഈ ടൂൾസായിട്ട് നിന്ന് ഇവരെ സംഘടിപ്പിച്ചുകൊണ്ട് കോടതി മുഖാന്തരം, സിവിൽ കോടതി മുഖാന്തരം ഈ ഇതിൻ്റെ കിങ് പിൻസായിട്ട് നിൽക്കുന്ന അനന്തകുമാർ, കൃഷ്ണ, അതേപോലെ തന്നെ ലാലി വിൻസെൻറ്റ്, CN രാമേന്ദ്രൻ നായർ ഉൾപ്പെടെയുള്ളവരുടെ അനർഹമായി ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുക്കൾ ജപ്തി ചെയ്ത് അതിൻ്റെ വിഹിതം ഇവർക്ക് കൊടുപ്പിക്കാനുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. പറ്റിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. 56,000 മുതൽ 60,000 രൂപ വരെ നഷ്ടപ്പെട്ടവരാണ് പകുതിയും. പോലീസ് നടപടി കാര്യക്ഷമമല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ആസൂത്രണം ചെയ്യുകയാണ് തട്ടിപ്പിന് ഇരകളായവർ. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പാതിവില തട്ടിപ്പിനിരയായത് നിരവധി പേരാണ്. നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള എല്ലാ ശ്രമവും തട്ടിപ്പിന് ഇരകളായവർ നോക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങളിലേക്ക്. പൊതുവെ സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾ പകുതി വിലക്ക് കിട്ടുമ്പോഴും ഓടുന്ന രൂപത്തിലല്ല. ഒരു സംഘടന ഇങ്ങനെ ബൈക്ക് കൊടുത്ത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള അപേക്ഷിക്കൽ സാധനം. അതിൻ്റെ പേരിൽ എൻ്റെ മകളും കൊടുത്തിട്ടുണ്ട്. 52,000 രൂപ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സുനിൽകുമാർ എന്ന് പറഞ്ഞ ആൾ പറയുന്നത് ഞാൻ പൈസ കിട്ടൂല, അത് പോയിൽ കൂട്ടി എന്നാണ്. എന്തൊരു സിമ്പിളായിട്ട് അവർ പറയുന്നത്. 52,000 രൂപ അത് പോയി എന്ന് പറയുമ്പോൾ അവർക്കൊരു പൈസ വാങ്ങിച്ച ഒരു ഉത്തരവാദിത്വം അവർ കാണിച്ചില്ല. കുറേ കോഴിക്കോട് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, അങ്ങനെ എല്ലാ സാധനവും എങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഘട്ടമാണ് ഞങ്ങൾ സമഗ്ര എന്ന സംഘടനൻ്റെ കീഴിൽ 49 പേര്. ഓൾറെഡി 3 മാസമാണ് പറഞ്ഞത്. 3 മാസം കഴിഞ്ഞ് തുടങ്ങി ഞങ്ങൾ പ്രഷർ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഇത് സമഗ്ര എന്ന ഡയറക്റ്റ് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്ക്, ആക്റ്റീവ 2 പേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിൽ ഞങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്ത ആൾക്കാർ എന്തായാലും ചോദിക്കുക. അപ്പോൾ അയാൾ അഡ്മിൻസ് ഓൺലി ആക്കി. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ലാപ്ടോപ്പിൻ്റെ ഗ്രൂപ്പിൽ ലിങ്ക് തന്നു. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് അപ്പോൾ ഇത്ര സമയത്തിൻ്റെ ലാപ്ടോപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു. 4 മാസത്തിൻ്റെ ഉള്ളിലാണ്.
അപ്പോൾ ലാപ്ടോപ്പിനുള്ള കാശ് അടിച്ചവർക്ക് മുൻഗണനാക്രമത്തിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് വെച്ചിട്ടാണത് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. പിന്നീട് ഇവർ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇതിൻ്റെ വിതരണം ചെയ്യുന്നതിനടുത്ത് ക്ഷണിച്ചു. അങ്ങനെ അത് കണ്ടു. അപ്പോൾ ഒരു വിശ്വാസം തോന്നി. അപ്പോൾ അതേ തന്നെ ആ വിതരണം ചെയ്യുന്നിടത്ത് തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു പ്രേക്ഷകന്റെ പ്രതികരണം. ദിലീപ് PC പറയുന്ന 100% സാക്ഷരത അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിന് അപമാനമാണ് ഈ തട്ടിപ്പ്. മലയാളികൾക്ക് ഇനിയെങ്കിലും ബോധം വരുമോ എന്നുള്ളതാണ്. ഇത്തരം തട്ടിപ്പ് വാർത്തകൾ വരുമ്പോൾ സമൂഹം പുലർത്തേണ്ട ഒരു പൊതുജാഗ്രതയുണ്ട്. ആ ജാഗ്രതയെക്കുറിച്ചാണ് ദിലീപ് PC ഓർമ്മിപ്പിക്കുന്നത്. പാതിവില തട്ടിപ്പിൽ സംസ്ഥാന സർക്കാരിനെ മറയാക്കി സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിന്റെ തട്ടിപ്പ്. സർക്കാർ നൽകിയ ഭൂമിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കും എന്ന പേരിൽ പലരിൽ നിന്നായി ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ചെന്ന് ഉദുമ MLA CH കുഞ്ഞമ്പു 24നോട് പറഞ്ഞു. 2016 മുതൽ ഒരു നാട് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുള്ള ഭൂമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സർക്കാർ ട്രസ്റ്റിന് 5 ഏക്കർ ഭൂമിയാണ് എഴുതി നൽകിയത്. ഒപ്പം ഈ നാട്ടുകാരിൽ പലരിൽ നിന്നുമായി 10,000 മുതൽ ലക്ഷങ്ങൾ വരെ ട്രസ്റ്റ് സംഭാവനയും വാങ്ങി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടതിന് ശേഷം 9 വർഷം കഴിഞ്ഞിട്ടും ഈ സ്ഥലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. ആശുപത്രിയുടെ പൊടി പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. കാസർഗോഡ് പെരിയ കാഞ്ഞിരടക്കത്ത എൻഡോസൾഫാൻ ദുരിതബാധിതർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ എന്നിവർക്ക് മാത്രമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുമെന്ന പേരിൽ സത്യസായി ട്രസ്റ്റാണ് സർക്കാരിനെ സമീപിച്ചത്. എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകാമെന്ന ധാരണയിൽ 2016 ഉമ്മൻചാണ്ടി സർക്കാർ 5 ഏക്കർ ഭൂമി ട്രസ്റ്റിന് പതിച്ചു നൽകി. ഇതിന് പിന്നാലെ KN ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വ്യാപാരികളെയും സാധാരണക്കാരെയും നേരിൽ കണ്ട പണം സമാഹരിച്ചു. പലരും ലക്ഷങ്ങളാണ് നൽകിയത്. ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നടത്തിയ അതേ വേദിയിൽ വെച്ചായിരുന്നു പലരും ചെക്ക് കൈമാറിയത്. ഞാൻ ആശുപത്രി വരും എന്ന് പറഞ്ഞൊരു സന്തോഷമായിരുന്നു കാഞ്ഞിരക്കത്ത് ഈ നാട്ടുകാരുടെ. അങ്ങനെ വന്നപ്പോഴേക്ക് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴേക്ക് അവരുടെ പേരിലാണ് ഞാൻ ഇവിടെ ഒരു മീറ്റിംഗ് കൂടുകയും അവിടുന്ന് ഒരു 1,00,000 രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. 25,000 രൂപ ഞാൻ കാശ് ചെക്ക് കൊടുക്കുകയും ചെയ്തു ആ ഉദ്ഘാടനത്തിൽ നിന്ന്. എൻ്റെ കയ്യിൽ ഈ റെസീറ്റ് ഒന്നും ഇവർ തന്നില്ല. പക്ഷേ എൻ്റെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ക്യാഷ് കൊടുക്കുന്നതായിട്ട് ചെക്ക് കൊടുക്കുന്നതായിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. തുടർച്ചയായി യോഗം വിളിക്കുകയും പ്രദേശത്ത് സായി മന്ദിരം സ്ഥാപിക്കുകയും ചെയ്ത KN ആനന്ദകുമാർ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. ഇതോടെ സ്വന്തം സ്ഥലം പോലും ട്രസ്റ്റിന് സൗജന്യമായി നൽകാൻ പലരും തയ്യാറായി. സ്ഥലം കൊടുത്തു എന്നല്ലാതെ സ്ഥലം പോക്കുവരവ് നടത്തിയില്ല. വില്ലേജിൽ പോക്കുവരവ് നടത്തി കഴിഞ്ഞാൽ അത് പിന്നെ അതിന് തുടർ നടപടികൾ ഉണ്ടാകാൻ പറ്റും. അപ്പോൾ അത് തട്ടിപ്പാന്ന് വെച്ചാൽ അങ്ങനെ തട്ടിപ്പല്ല. ഇതിനകത്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. സ്ഥലം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. സ്ഥലം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. KN ആനന്ദകുമാർ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയാണെന്നും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുമെന്നും ഉദുമ MLA CH കുഞ്ഞമ്പോ 24നോട് പറഞ്ഞു. വർഷങ്ങൾ പിന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾ പിന്നിട്ടു. ഇതുവരെയും അവിടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റലില്ല, മറ്റേ ഹോസ്പിറ്റലില്ല, ഒന്നുമില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് തട്ടിപ്പായിരുന്നു. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചു ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവർ ഈ സായി ട്രസ്റ്റിൻ്റെ പേര് സായിയുടെ പേരിലാണ് ചെയ്യുന്നത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം, ഭയങ്കര ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടി പണം കൊടുക്കാൻ സന്നദ്ധതയുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പണം കൊടുത്തിട്ടുണ്ട്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതോടെ പണം നൽകിയവർ ആനന്ദകുമാറിനെ പലവട്ടം ബന്ധപ്പെട്ടെങ്കിലും അനുകൂല മറുപടി ഉണ്ടായില്ല. റെസിപ്റ്റ് പോലും ലഭിക്കാത്തതിനാൽ പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ആശുപത്രിക്കായി നിക്ഷേപം നടത്തിയവർ. CSR ഫണ്ടും പാതിവിലയും ചൂണ്ടിക്കാട്ടിയാണ് പലയിടങ്ങളിലും തട്ടിപ്പ് നടന്നതെങ്കിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ മറയാക്കിയായിരുന്നു ഈ ജില്ലയിൽ തട്ടിപ്പ് നടത്തിയത്. ഇതിനോടകം തന്നെ സമഗ്ര അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ഒപ്പം സർക്കാർ നൽകിയ 5 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഭരണകർത്താക്കളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്നത് സങ്കടകരമാണ് എന്ന് അബ്ദുസലാം പറയുന്നുണ്ട്. ഇനിയുള്ള കാലം കേരളത്തിൽ നീതി ലഭിക്കുന്ന സ്വപ്നങ്ങളിൽ മാത്രമെന്നാണ് എബ്രഹാം തോമസ് പറയുന്നത്. അങ്ങനെ ഏകപക്ഷീയമായി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം വിമർശനങ്ങൾ ഉയരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ജോസിൻ ജോസഫ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് റേഷൻ കടയിൽ സാധനങ്ങളൊന്നുമില്ല, എല്ലാം കാലിയാണ്, അടിയന്തര ഇടപെടൽ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. തിരുവനന്തപുരം പൗഡിക്കോണത്ത് 11 വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജനലിൽ കെട്ടിയ റിബൺ കഴുത്തിൽ കുരുങ്ങിയ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടത്. കുട്ടികൾ കളിക്കുന്നതിനിടെ സംഭവിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? പ്രതീഷ്,
ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം പൗടിക്കോടത്താണ് 11 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൗടിക്കോണം സുഭാഷ് നഗറിൽ വീട്ടിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ ജനലിൽ ഒരു റിബൺ കെട്ടിയിരുന്നു. ഈ റിബൺ കഴുത്തിൽ കുരുങ്ങിയ നിലയിലാണ് ഈ കുട്ടിയെ കണ്ടത്. മാതാപിതാക്കൾ ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. ഈ മരിച്ച കുട്ടിയും കുട്ടിയുടെ സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇളയ കുട്ടി അറിയിച്ചതിനെ തുടർന്ന് അയൽവക്കത്തുള്ള ആളുകൾ എത്തിയാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. SAT ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ആശുപത്രി അധികൃതരും അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ ഓട്ടോ ഡ്രൈവറായ പിതാവും അമ്മ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. ഇവർ രണ്ടുപേരും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിനിടെ ഉണ്ടായ അപകടമെന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇപ്പോൾ മൃതദേഹം വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തുമെന്ന് ശ്രീകാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്, 11 വയസ്സുകാരെയാണ് തിരുവനന്തപുരം പൗടിക്കോണത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനലിൽ കെട്ടിയ റിബൺ കുട്ടിയുടെ കഴുത്തിൽ കുരുങ്ങിയ നിലയിലായിരുന്നു. കുട്ടികൾ കളിക്കുന്നതിനിടെ സംഭവിച്ചതാകാമെന്നാണ് ഇപ്പോഴത്തെ വിവരം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ 2 വീടുകൾ തകർന്നു. മറയൂർ ചിന്നാർ റോഡിൽ KSRTC ബസിന് മുന്നിൽ വിരിക്കൊമ്പൻ ഇറങ്ങിയത് യാത്രക്കാരെയും ഭീതിയിലാക്കി. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരക്കട തകർത്തു. വയനാട് തലപ്പുഴയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. അതികഠിനമായ ചൂടാണ്. പടയപ്പയെന്നും ചക്കക്കൊമ്പനെന്നും വിരികൊമ്പനെന്നും ഒക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന കാട്ടാനകൾ ഇനി അത്ര ഓമനത്വം കാട്ടില്ല. അതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാട്ടാന ആക്രമണങ്ങൾ. ഇന്ന് പുലർച്ചെയാണ് ചിന്നക്കനാൽ 301 കോളനിയിലെ സാവിത്രി കുമാരന്റെയും ലക്ഷ്മി നാരായണന്റെയും വീട് ചക്കക്കൊമ്പൻ ആക്രമിച്ചത്. 2 വീടുകളും ഭാഗികമായി തകർന്നു. വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ചക്കക്കൊമ്പൻ ഇപ്പോഴും 301 കോളനിയിൽ തുടരുന്നു. പ്രദേശത്ത് വ്യാപകമായി കൃഷിനാശവും ഉണ്ടാക്കിയിട്ടുണ്ട്. മറയൂർ ചിന്നാർ റോഡിൽ KSRTC ബസിന് മുൻപിൽ വിരിഞ്ഞ കൊമ്പൻ ഇറങ്ങി. തിരുവനന്തപുരം പഴനി സർവീസ് നടത്തുന്ന KSRTC ബസിന് മുൻപിലാണ് കാട്ടാന എത്തിയത്. അല്പനേരം ബസിന് മുൻപിൽ നിന്ന കാട്ടാന അക്രമമുണ്ടാക്കാതെ സ്വമേധയാ കാട് കയറി. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഗ്രഹാംസ് ലാൻഡിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരക്കട തകർത്തു. ഇവിടുത്തെ ഒരു 100 വീടുണ്ടെങ്കിൽ ഒരു 95% ആന അടിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും നഷ്ടം കിട്ടിയിട്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു കൃഷിയും ചെയ്യത്തില്ല. ഒരു കാര്യം ഇതിന് അധികാരികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഒന്നുമില്ല. ഒന്നും സംഭവിച്ചു കഴിയുമ്പോൾ മെഞ്ഞു വരികയെന്നും പറഞ്ഞ് വരും. സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ സമ്മതിക്കുന്നു. കുറച്ച് ഫോറസ്റ്റുകാരും ഉണ്ട്. പറമ്പിൽ നശിപ്പിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല. അവരുടെ മൃഗങ്ങളെ നോക്കുന്നതിന് അതിന് വെള്ളമില്ല, തീറ്റയില്ല. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. വയനാട് തലപ്പുഴയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. പാലക്കാട് കൈപ്പുറത്ത് പുലിയെ കണ്ടതായി പരാതി ഉയർന്നതിനെ തുടർന്ന് വനം വകുപ്പ് പരിശോധന നടത്തി. അതിനിടെ വനം വകുപ്പിനെ ക്രൈസ്തവ സഭ രൂക്ഷമായി വീണ്ടും വിമർശിച്ചു. മനുഷ്യജീവനും സ്വത്തിനും അർഹിക്കുന്ന പരിഗണന നൽകാത്ത ഭരണകൂടത്തെ ജനകീയമെന്നോ ജനാധിപത്യമെന്നോ വിളിക്കാനാകില്ലെന്നായിരുന്നു ബിഷപ്പ് റെമിഞ്ചിയോസ് ഇഞ്ചനാനിയിൽ ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിച്ചത്. പൊതുജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കണമെങ്കിൽ, അക്രമം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ വനം വകുപ്പ് കാര്യക്ഷമമായ ഇടപെടൽ കൂടി നടത്തണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഏതൊക്കെ പേരിലാണ് കൊമ്പന്മാർ എന്നാണ് വസന്തകുമാരിയുടെ ചോദ്യം. അവിടെ ചക്കക്കൊമ്പൻ, ഇപ്പോൾ വിരികൊമ്പൻ, അങ്ങനെ പല പേരുകൾ വരുന്നുണ്ട്. ആ പേരുകൾ കേട്ടിട്ടാണ് വസന്തകുമാരിയുടെ ചോദ്യം. അബ്രഹാം തോമസ് പറയുന്നുണ്ട്, വന്യജീവി ആക്രമണത്തിൽ നിന്നും ചിന്നക്കനാൽ നിവാസികൾക്കൊരു സൂര്യജീവിതം ലഭിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കോന്നി കുമ്മണ്ണൂർ നിവാസികൾ. വീട്ടുമുറ്റത്തേക്ക് പോലും വന്യമൃഗങ്ങൾ എത്തുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. 2 ദിവസം മുൻപ് കുമ്മണ്ണൂർ വാർഡിലെ മുൻ മെമ്പർ നസീമ ബീവി കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കോന്നി കുമ്മണ്ണൂരുകാരുടെ ജീവിതം. അധികാരികൾക്ക് മുമ്പിൽ പലതവണ പരാതി പറഞ്ഞെങ്കിലും ഒരു പരിഹാരവുമില്ല. കേരളത്തിൽ മറ്റിടങ്ങളിലുള്ളതുപോലെ തന്നെ കോന്നി കുമ്മണ്ണൂരിലും വന്യജീവി ശല്യം രൂക്ഷമാണ്. ഇവിടുത്തെ പ്രധാന വില്ലൻ ആനയാണ്.
നേരമിരട്ടിയാൽ ആനപ്പേടിയിലാണ് ഇന്നാട്ടുകാർ. 2 ദിവസം മുൻപ് കുമ്മണ്ണൂർ വാർഡിലെ മുൻ മെമ്പർ നസീമ ബീവി കാട്ടാനയുടെ മുന്നിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. രാത്രി 12:15 അടുപ്പിച്ച വഴി ഒരു സൗണ്ട് കേൾക്കുകയും ഞാൻ എഴുന്നേറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇവിടാണ് ആന വന്നത്. വളരെ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോവുകയും ഇവിടെ അടുത്ത ഒരാളിനെ ഇൻഫോം ചെയ്തിട്ട് ഞാൻ പേടിച്ചിറങ്ങി ഓടി അടുത്ത വീട്ടിലേക്ക് പോവുകയും നിരന്തരമായിട്ട് ഈ ആനയുടെ ശല്യമാണ് ഇവിടെ. പക്ഷെ ആന ഒരു കൈ ഒരു തുമ്പിക്കൈയുടെ അകലത്തിൽ നിന്ന് എൻ്റെ മരണത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത് ആ സമയത്ത്. വന്യജീവി ശല്യം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചാൽ പേരിന് വന്നു പോകുന്നതിനപ്പുറം നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നാൽ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പോയിരിക്കാനാണ് ഇവരുടെ തീരുമാനം. ആനയുടെ ശല്യം അതിഭീകരമായി നിർമ്മിച്ചിരിക്കുകയാണ്. ഒരാളുകൾക്കും കിടന്ന് സ്വൈര്യത്തോടെ ഉറങ്ങാൻ കഴിയില്ല. എല്ലാ ആളുകളുടെയും വീടിന്റെ മുറ്റത്ത് വന്ന് ഈ ആന നിരന്തര ശല്യമാണ്. വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ കുമ്മണ്ണൂരിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രദേശത്ത് ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ച് അടിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇതിവിടെ മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. കേരളമാകെ വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് മനുഷ്യർ. ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടത് വനം വകുപ്പിന്റെ ബാധ്യതയാണ്. വിജയശങ്കർ, 24, പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ ഇനിയും പോകുന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ റോഡ് ഉദ്ഘാടനത്തെ ചൊല്ലി CPIM-ഉം ജനങ്ങളും തമ്മിൽ തർക്കം. മന്ത്രി PA മുഹമ്മദ് റിയാസ് നാളെ ഉദ്ഘാടനം ചെയ്യാനിരുന്ന ചിറക്കൽപ്പടി റോഡ് നാട്ടുകാർ ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ജനകീയ ഉദ്ഘാടനം CPM നേതാക്കൾ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നിഖിൽ പ്രമേഷുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. നിഖിൽ, ഈ പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം വൈകിയതാണോ പ്രതിഷേധത്തിന് കാരണം, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ നിഖിൽ? അങ്ങനെ ഒരു സാഹചര്യമില്ല ഉന്മേഷ്. കാരണം കുറെ അധികം നാളുകളായിട്ട് ഈ മേഖലയിൽ ഉയർന്നു വരുന്ന ഒരു വലിയ വിഷയമാണ് ഈ റോഡിന്റെ പരിമിതി എന്നുള്ളത്. ഉന്മേഷ് ഓർക്കുന്നുണ്ടാകും, നേരത്തെ കാഞ്ഞിരപ്പുഴ ഡാമിൽ വെച്ച് നമ്മൾ നടത്തിയൊരു ചർച്ചയിൽ ഉന്മേഷിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ ആളുകൾ ഉന്നയിച്ചൊരു വിഷയമായിരുന്നു കാഞ്ഞിരപ്പുഴ ചിറക്കൽപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച്. ആ റോഡിന്റെ പണി ഏതാണ്ട് വർഷങ്ങളോളമായി നടക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ അത് വളരെ മന്ദഗതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഇന്നിപ്പോൾ പണി പൂർത്തിയായിരിക്കും. അതിനിടെ ചില കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഒക്കെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ നാളെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ജനകീയ സമിതി, അവിടുത്തെ ആളുകളുടെ ജനകീയ കൂട്ടായ്മ, അത് രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുടെ ഒരു സംഘടനയാണ്. അവർ ഒരു ദിവസം മുൻപേ ഒരു ആഘോഷപൂർവ്വം എന്നുള്ള നിലയിൽ ആ റോഡിലൂടെ നടന്ന് ഈ ജനകീയ ഉദ്ഘാടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അത്തരത്തിലൊരു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നടത്താൻ ശ്രമിച്ചപ്പോഴാണ് CPM പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ഈ ഉദ്ഘാടനം തടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നാളെ മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട റോഡ് ഇന്ന് മറ്റാരും ഉദ്ഘാടനം ചെയ്യേണ്ട എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇതൊരു ഉന്തും തള്ളിലേക്ക് സാഹചര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റോഡ് ഉദ്ഘാടനത്തിനെത്തിയ ജനകീയ സമിതിയിലെ അംഗത്തെയാണ് അറസ്റ്റ് ചെയ്തത്. നാളെ തന്നെ മന്ത്രി ഈ റോഡ് ഉദ്ഘാടനം ചെയ്യും. അതിനു മുൻപ് ഒരു ജനകീയ ഉദ്ഘാടനം വേണ്ട എന്നുള്ള നിലപാട് CPM പ്രവർത്തകർ സ്വീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ജനകീയ സമിതി പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഉണ്ടായത്. ഉന്മേഷ്, ശരി. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ 24 കണക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ, കാഞ്ഞിരപ്പുഴ ഡാമിന്റെ അവിടെ വെച്ച് നടന്ന ഒരു ചർച്ചയിൽ ഈ വിഷയം ജനങ്ങൾ ഉന്നയിച്ചതാണ്. അത് 24 അന്ന് ചർച്ച ചെയ്തതുമാണ്. അതുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ റോഡാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. അവിടുത്തെ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ തർക്കമുണ്ടായതും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്. ആശാ വർക്കേഴ്സിന്റെ സമരം അവഗണിച്ച് സർക്കാർ 7ാം ദിവസവും സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം ആശാ വർക്കർമാർ തുടരുകയാണ്. സമരത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന ധനമന്ത്രിയുടെ പ്രതികരണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ധനവകുപ്പുമായുള്ള ചർച്ച തുടരുകയാണെന്ന് ആരോഗ്യമന്ത്രിയും കേന്ദ്രം പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ധനമന്ത്രിയും പറയുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും അനുഭാവപൂർണമായ ഒരു പ്രതികരണം പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വേതന കുടിശ്ശിക അനുവദിക്കുക, ഓണറേറിയം കൂട്ടുക, 5 ലക്ഷം രൂപ വരെ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കേഴ്സിന്റെ സമരം. 7 ദിവസമായി രാപ്പകൽ സമരത്തിലാണിവർ. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച കേരളത്തിലെ മുഴുവൻ ആശാ വർക്കേഴ്സിനെ സംഘടിപ്പിച്ച് മഹാസംഗമം നടത്തും.
ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പ്രഹസനമായിരുന്നുവെന്നും സമരക്കാർ ആരോപിച്ചു. ഈ മന്ത്രിമാർ നമ്മളെ കണ്ടില്ല എന്ന് പഠിക്കുന്നത്. അതുപോലെ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയല്ലേ? നമ്മൾ ഈ സ്ത്രീകളെ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? രാത്രി ഈ സെക്രട്ടേറിയറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ രാത്രികൾ സ്ത്രീകൾ മാത്രം ഇവിടെ കിടന്നൊരു സമരം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ 7 ദിവസം കൊണ്ട് നമ്മളിവിടെ കിടക്കുകയല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിന് കിടക്കുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാളും അവമാനകരമായിട്ടുള്ള കുറച്ച് വാക്കുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ളൊരു വേതനം തരിക, 62 വയസ്സ് കഴിഞ്ഞ് പോകുമ്പോൾ 5 ലക്ഷം രൂപ മിനിമം തരിക. ഞങ്ങൾക്ക് എത്ര ഓണറേറിയാണോ സർക്കാർ തരാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നിബന്ധന മാനിച്ച് അതിൻ്റെ പകുതി കാശെങ്കിലും പെൻഷനായിട്ട് ഒരാശയ്ക്കും കിട്ടണം. ഞങ്ങൾ 18 വർഷം ഞങ്ങൾ ജോലി ചെയ്തതാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾ കിട്ടണം. ഞങ്ങൾ പോരാടും, ശരിക്കും പോരാടും. ഞങ്ങൾ പോകേണ്ടടുത്ത് ഞങ്ങൾ പോകും. രാജ്യത്ത് കൂടുതൽ ഓണററി നൽകുന്നത് കേരളത്തിലാണെന്നും സമരക്കാരുടെ ആവശ്യങ്ങൾ ധനവകുപ്പുമായി ചർച്ച ചെയ്തു വരുന്നുവെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഇനിയും മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അത്രയും പ്രാധാന്യം ആശമാർക്കുണ്ട്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുമാണ് ഉള്ളത്. കേന്ദ്രം പണം നൽകുന്നില്ലെന്നും ആശാ വർക്കേഴ്സിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതാകാമെന്നും ധനമന്ത്രി. ഈ പറഞ്ഞ ആശാ വർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ആളുകൾ ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട്. അവരോട് പറയണ്ടേ, ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല. എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനും LDFനും ഉള്ളതിൻ്റെ അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ധനമന്ത്രിയുടെ വിവാദ പ്രതികരണത്തിനെതിരെ സമരക്കാർ രംഗത്തെത്തി. ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെന്ന് പറഞ്ഞാൽ ആരുമില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുവാനും ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഞങ്ങൾ ആരുടെയും ആരുടെയും സമ്മർദ്ദത്തിലോ ഒന്നും അല്ല വന്നത്. ഞങ്ങൾ ആരും തന്നെ ഇവിടെ എന്തെങ്കിലും ഉന്തിത്തള്ളി വന്നിരിക്കുന്ന ആളുകളല്ല. ഈ ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഓണററിയവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അത്ര ബോധ്യപ്പെടാത്തതെന്ന് പറയുന്നത് മന്ത്രിയുടെ അറിവില്ലായ്മയാണ്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. സമീപകാലത്ത് നടന്ന പല ജനകീയ സമരങ്ങൾക്കും രാഷ്ട്രീയ ചായ്വ് നൽകി കൈ കഴുകാനുള്ള ശ്രമമായിരുന്നു സർക്കാരും മന്ത്രിമാരും നടത്തിയത്. സമാന രീതിയിൽ തന്നെയാണ് ധനമന്ത്രി ആശാ വർക്കർമാരുടെ സമരത്തെയും കാണുന്നത്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നാടും കാടും ഒക്കെ കയറി നാട്ടുകാരുടെ ക്ഷേമം അന്വേഷിക്കുന്നവരാണ് ആശാ വർക്കർമാർ. പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്ക് ഇതുവരെ പരിഹാരമായിട്ടില്ല. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഞങ്ങൾ ഇനി ഒരു സ്ഥലത്ത് ജോലിക്ക് എടുക്കൂല. 55 വയസ്സ് ഇനി ആരും ജോലിക്ക് എടുക്കില്ല. അപ്പോൾ ഇവർ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വേണ്ട വേതനം തന്ന് മാന്യമായി ഞങ്ങളെ സർവീസിൽ നിന്ന് കളഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വേതനം തന്ന് ഞങ്ങളെ പിരിച്ചുവിടുക. ഞങ്ങൾക്കൊരു വീട്ടിലുള്ള എന്ത് കാര്യങ്ങളും ഞങ്ങളോട് ചോദിച്ചാൽ അറിയാം. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെയാണ് വിളിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കത് ചെയ്യാൻ തയ്യാറുമാണ്. എന്ത് ജോലിയും ചെയ്യാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു മിനിമം വേതനം ഞങ്ങൾക്ക് തന്നിരിക്കണം. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല. ഞങ്ങളെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സമരം നടത്തുന്നത്. ഞങ്ങൾ 18 വർഷമായിട്ട് ഞങ്ങളെ ചോരയും നീരും സർക്കാരിന് വേണ്ടി ഒഴുക്കി ഇന്ന് വരെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം ഈ 7000 രൂപയെന്ന് പറയുന്ന ഓണറേറിയത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് 10 ഹെഡ് ചെയ്തെങ്കിൽ മാത്രമേ ആ 7000 രൂപ ഓണറേറിയം കിട്ടുള്ളൂ. മന്ത്രി നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നും അറിയാത്തത് പോലെയാണ് സംസാരിച്ചത്. സത്യം പറയാൻ നമ്മൾ അപമാനിക്കും പോലെയാണ് ഇന്നലെ വിളിച്ച് വരുത്തിയിട്ട് സംസാരിച്ചത്. വിഷമമുണ്ട്, വളരെ വിഷമമുണ്ട്. നമ്മുടെ എല്ലാവരെയും മുട്ടും നടുവും എല്ലാം പോയി. മുട്ട് മാറ്റി വയ്ക്കണമെങ്കിൽ ഇപ്പോൾ ലക്ഷങ്ങൾ വേണം. മുട്ട് മാറ്റി വെച്ച് സ്വസ്ഥമായിട്ട് ഒരിടത്തിരിക്കുമ്പോൾ ആരെങ്കിലും നോക്കാൻ വേണ്ടി അവർക്ക് വല്ലതും കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 ലക്ഷം ചോദിക്കുന്നത്. കറങ്ങുന്ന കസേരയിൽ AC-ക്കകത്തിരുന്ന് പറയും പോലെയല്ല. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ പോലും ഒഴിവാക്കിയിട്ടാണ് അവർ പറയുന്ന വർക്കും കാര്യങ്ങളും ഞങ്ങൾ കൃത്യസമയത്ത് ചെയ്ത് തീർത്തു കൊടുക്കുന്നത്. നമുക്ക് എത്ര ഈ 7000 രൂപ കിട്ടിയ എന്താവാം? നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? എന്തോ ഒരു ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ഈ വേരത്ത്. ഇപ്പം ഈ കിടക്കുന്നത് വരെ അവർക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞങ്ങളുടെ സങ്കടങ്ങളൊന്നും അവർ കാണുന്നത് വെറുതെ ചാനലിൽ പറയുന്നത്. ഞാൻ ആശമാരെയാണ് പരിഗണിക്കുന്നത്, മുൻതണ്ടിയിൽ ആശമാരുടെ വിഷയങ്ങളാണ് ഇടുന്നതെന്ന്. വളരെയേറെ ദുരിതത്തിലാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അത്ര പ്രയാസപ്പെട്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്.
ആശാവർക്കർമാരുടെ സമരം, അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാടിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് പ്രേക്ഷകരൊക്കെ. കോവിഡ് കാലത്ത് ആശാവർക്കേഴ്സ് നടത്തിയ പ്രവർത്തനങ്ങൾ മറക്കല്ല്, സർക്കാർ ഇടപെടണമെന്ന് പറയുന്നുണ്ട് ജോസ്വിൻ ജോസഫ്. വളരെ തുച്ഛമായ ശമ്പളമാണ് അവർക്കുള്ളത്, അതുപോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്നത് ശരിയാകും പാവങ്ങളെന്ന് സുജാത എസ് പറയുന്നുണ്ട്. ആശാവർക്കേഴ്സിനോട് സർക്കാർ കാണിക്കുന്ന അനീതിയെന്ന് എബ്രഹാം തോമസിന്റെ പ്രതികരണം വരുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഇടപെടണം ഈ വിഷയത്തിൽ എന്നാണ് അവർ പ്രതികരിക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ സോഷ്യൽ ഫോറസ്ട്രി പ്രാഥമിക റിപ്പോർട്ട് നൽകി. ക്ഷേത്ര ഭാരവാഹികളും ആനപ്പാപ്പാന്മാരും ഉൾപ്പെടെ 6 പേരാണ് പ്രതികൾ. വന്യജീവി സംരക്ഷണ നിയമപ്രകാരവും നാട്ടാന പരിപാലന ചട്ടപ്രകാരവുമാണ് കേസ്. അതേസമയം പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്താനും സാധ്യതയുണ്ട്. ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ പേരാമ്പ്ര കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ടായ വീഴ്ചകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര ഭാരവാഹികളായ 2 പേർ, പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളുടെ 4 പാപ്പാന്മാർ. ഇവരെ പ്രതി ചേർത്താണ് സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് ഡിവിഷൻ പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. പടക്കം പൊട്ടിച്ചു, ആനകളെ പരിപാലിക്കുന്നതിലും എഴുന്നള്ളിക്കുന്നതിലും അശ്രദ്ധ കാട്ടി തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. വന്യജീവി സംരക്ഷണ നിയമവും നാട്ടാന പരിപാലന ചട്ടവും പ്രകാരമാണ് കേസ്. കഴിഞ്ഞ ദിവസം മന്ത്രി AK ശശീന്ദ്രൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു. വെടിക്കെട്ടിന്റെ വലിയ ശബ്ദമാണ് ആനകളെ പ്രകോപിപ്പിച്ചതെന്നാണ് വനം വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇക്കാര്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയും വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. ആന തകർത്ത കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ വീണായിരുന്നു മിക്കവർക്കും പരിക്കു പറ്റിയത്. ഇതിൽ 6ഓളം പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. അതേസമയം ക്ഷേത്രോത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ ADM, സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ഉത്സവത്തിന്റെ അവസാന ദിവസമായ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 3 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തമുണ്ടായത്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കൊയിലാണ്ടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ അലക്ഷ്യമായി സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്ന കുറ്റം കൂടി ചുമത്താനുള്ള സാധ്യതയുണ്ട്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ പോകുന്നത് ന്യൂഡൽഹിയിലേക്കാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടും അവിടെ 11 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടെ 18 പേർ അവർ മരിച്ചിരുന്നു. 50ഓളം പേർ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെയിൽവേ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെയിൽവേയെ കുറ്റപ്പെടുത്തിയാണ് ഡൽഹി പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഒരു ദിവസം 250 മുതൽ 275 വരെ ട്രെയിൻ സർവീസുകളാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത്. ഏത് സമയത്തും തിരക്കേറിയ പ്ലാറ്റ്ഫോമുകൾ, അതുതന്നെയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാജ്യത്തെ ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പ്രതിദിനം 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയ്ക്ക് യാത്രക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക്. എന്നാൽ ഇവിടെ പോലും തിരക്ക് നിയന്ത്രിക്കുന്നതിനോ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനോ അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടം വ്യക്തമാക്കുന്നത്. 2 ട്രെയിനുകൾ വൈകി. പ്രയാഗ്രാജിലേക്ക് ഒരു പ്രത്യേക തീവണ്ടി കൂടി പ്രഖ്യാപിച്ചു. ഇതോടൊപ്പമാണ് 12ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തേണ്ടിയിരുന്ന ട്രെയിൻ 16ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയതായുള്ള അവസാന നിമിഷത്തെ പ്രഖ്യാപനം. ഇതോടുകൂടി ആളുകൾ ഈ മേൽപ്പാലത്തിലും താഴെയുള്ള കോണിപ്പടികളിലും തിങ്ങി നിറഞ്ഞു. 3 പ്ലാറ്റ്ഫോമുകൾ ആളുകളെ കൊണ്ട് നിറഞ്ഞ് അനങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ പട്നയിലേക്ക് പോകുന്ന മഗധ് എക്സ്പ്രസ് 14ാം നമ്പർ പ്ലാറ്റ്ഫോമിലും ന്യൂഡൽഹി ജമ്മു ഉത്തർ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് 15ാം നമ്പർ പ്ലാറ്റ്ഫോമിലും നിർത്തിയിട്ടിരുന്നു. ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ്, സ്വതന്ത്ര സേനാനി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ വൈകി. കൂടാതെ പ്രയാഗ്രാജിലേക്കുള്ള പ്രത്യേക ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതായുള്ള അറിയിപ്പ് കൂടി വന്നതോടെ യാത്രക്കാർ പരക്കം പാഞ്ഞു.
ഇന്നലെ വൈകിട്ട് ഓരോ മണിക്കൂറിലും 1500ഓളം ജനറൽ ടിക്കറ്റുകളാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വിറ്റഴിച്ചത് എന്ന കണക്കുകൾ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. രാത്രി 10 മണിയോടെ പോലീസ് മൃതദേഹങ്ങൾ LNJP ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ 11 മണിക്ക് ശേഷവും അപകടം സംബന്ധിച്ച വാർത്തകൾ അഭ്യൂഹങ്ങളെന്നാണ് റെയിൽവേ വിശേഷിപ്പിച്ചത്. സ്ത്രീകളടക്കം നിലത്ത് വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുമ്പോഴും വലിയ അപകടം നടന്നിട്ടില്ലെന്ന വിശദീകരണമാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആദ്യം നൽകിയത്. മരിച്ചവർക്ക് അനുശോചനം അറിയിച്ചുള്ള ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ സമൂഹമാധ്യമ പോസ്റ്റ് ആദ്യം വന്നെങ്കിലും പിന്നീട് തിരുത്തി. സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ രംഗത്തു വന്നു. പ്രധാനമന്ത്രി, രാഷ്ട്രപതി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് റെയിൽവേ 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ റെയിൽവേയുടെ ഉന്നതതല അന്വേഷണവും ഡൽഹി പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. റെയിൽവേയുടെ അനൗൺസ്മെന്റ് ഉണ്ടാക്കിയ ആശയക്കുഴപ്പവും പ്രയാഗ്രാജിലേക്കുള്ള 3 ട്രെയിനുകൾ വൈകിയതുമാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. തുടർച്ചയായുള്ള ട്രെയിൻ അപകടങ്ങളും റെയിൽവേ പാളങ്ങളിലുള്ള ആളുകളുടെ മരണവും കടുത്ത വിമർശനത്തിന് ഇടയാക്കിയതിനിടെയാണ് രാജ്യതലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കാൻ ഇടയായിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആധുനികവൽക്കരണത്തിനും കോടികൾ ചെലവഴിക്കുന്നുവെന്ന് റെയിൽവേ അവകാശപ്പെടുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായി നടപടി വേണം എന്ന ആവശ്യമാണ് യാത്രക്കാരിൽ നിന്നും ഉയരുന്നത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കോതമംഗലം ചെക്ക് ഡാം ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോഴിപ്പള്ളി സ്വദേശിനി ജോമിനിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ജോമിനിയുടെ മകൾ 15 വയസ്സുകാരി മരിയ അബി ഇന്നലെ മരിച്ചിരുന്നു. കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് രണ്ടുപേരും അപകടത്തിൽപ്പെട്ടത്. ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെ വൈകുന്നേരമാണ് കോഴിപ്പള്ളിയിലെ ചെക്ക് ഡാമിൽ ഉണ്ടായ അപകടത്തിൽ 15 വയസ്സുള്ള കുട്ടി മരിച്ചിരുന്നത്. ഈ അപകടത്തിൽപ്പെട്ട അമ്മയെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ട് ചികിത്സയിലിരിക്കുകയാണ് അമ്മ ജോമിനിയും മരണപ്പെടുന്നത്. ഇതോടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2ആയി. കയമുണ്ട് എന്നറിയാതെ ചെക്ക് ഡാമിൽ കുളിക്കാൻ ഇറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയത്. ശരി, എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മളിനിയും അതിരപ്പള്ളിയിലേക്കാണ് പോകുന്നത്. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാൻ നടപടികളുമായി വനം വകുപ്പ് മുന്നോട്ടു പോവുകയാണ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനയെ എത്തിച്ചു. ദൗത്യം ചൊവ്വാഴ്ച തുടങ്ങാനാണ് തീരുമാനം. അതിനിടെ ഏഴാറ്റുമുഖത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന വാഴകളും കവുങ്ങുകളും നശിപ്പിച്ചു. മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ദുരവസ്ഥ 24 പുറത്തുവിടുന്നത് ആഴ്ചകൾക്ക് മുൻപ്. പിന്നാലെ ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകി. പക്ഷെ ചികിത്സ ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല, മുറിവിൽ നിന്ന് പുഴു അരിച്ചിറങ്ങി. ഈ ദുരവസ്ഥ 24 വീണ്ടും പുറത്തുവിട്ടതോടെയാണ് ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടന്നിരിക്കുന്നത്. മുറിവേറ്റ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനായി 3 കുങ്കിയാനകളെയാണ് വയനാട്ടിൽ നിന്ന് എത്തിക്കുക. ഇതിൽ വിക്രമാണ് ഇന്നെത്തിയത്. കോന്നി സുരേന്ദ്രനും കുഞ്ചുവും നാളെ പുലർച്ചെ അതിരപ്പള്ളിയിലെത്തും. മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം ആനയെ പാർപ്പിക്കുന്നതിനുള്ള കൂടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇന്ന് ആരംഭിക്കും. അരിക്കൊമ്പന് വേണ്ടി കോടനാട് അഭയാരണ്യത്തിൽ നിർമ്മിച്ച കൂടിന്റെ ബലപരിശോധന നടത്തിയ ശേഷം അറ്റകുറ്റപ്പണി നടത്താനാണ് തീരുമാനം. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ അടിയന്തര ഇടപെടൽ വേണ്ടി വന്നാൽ മുന്നൊരുക്കങ്ങൾ നടത്തിയതായി വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. RRT ടീമും എല്ലാം ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ട് തന്നെ എത്തും. അപ്പോൾ എന്തെങ്കിലും ആനയ്ക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ വിഷയം അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഡീൽ ചെയ്യാനാണ് അരുൺ സെക്രട്ടറി ഡോക്ടറുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ ഏഴാറ്റുമുഖത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വാഴകളും കവുങ്ങും നശിപ്പിച്ചു. ചാലക്കുടിപ്പുഴയുടെ തുരുത്തിലേക്ക് നീങ്ങിയ ആന വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയേറുകയാണ്. ദൗത്യം വൈകിയാൽ ആനയുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കാം. അതിരപ്പള്ളിയിൽ നിന്ന് ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ ഒരു മുങ്ങിമരണ വാർത്ത നമ്മൾ നൽകിയതാണ്. ഇപ്പോൾ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. കാസർഗോഡ് ഭീമനടിയിലാണ് യുവാവ് മുങ്ങിമരിച്ചത്. വെസ്റ്റ് എളേരി പറമ്പക്കുറ്റിത്താനി സ്വദേശി അബിൻ ജോണി ആണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം ചൈത്രവാഹിനി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ദുരന്തമുണ്ടായത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ?
ഉമേഷ്, വൈകിട്ട് 5:30 ഈ അപകടമുണ്ടായത്. അബിൻ ജോണി സുഹൃത്തുക്കൾക്കൊപ്പം ചൈത്രവാഹിനി പുഴയുടെ ഭീമനടി മാങ്ങാട് കടവിൽ കുളിക്കാനെത്തിയതായിരുന്നു. ഈ സമയത്ത് പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ പറമ്പ കുത്താണി കാഞ്ഞമല ജോണിന്റെ മകനാണ് അബിൻ ജോണി. 27 വയസ്സാണ്. 5:30 ഈ അപകടമുണ്ടായത്. ഉമേഷ്, ശരി. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നഗരസഭയിലുണ്ടായ വലിയ ക്രമക്കേട് സംബന്ധിച്ച വാർത്ത പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനത്തിലേക്ക് പോവുകയാണ് അധികൃതർ. കേരളത്തിൽ 21 നഗരസഭകളിലാണ് പ്രത്യേക പരിശോധന നടത്താനുള്ള സർക്കാരിന്റെ തീരുമാനം ഇപ്പോൾ വരുന്നത്. 21 ഓഡിറ്റ് ടീമിനെ പ്രിൻസിപ്പൽ ഡയറക്ടർ നിയോഗിച്ചിരിക്കുന്നു. കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപയുടെ ക്രമക്കേട് നടന്ന പശ്ചാത്തലത്തിലാണ് നടപടി. എ ക്ലാസ് നഗരസഭകളിലാണ് പരിശോധനയ്ക്ക് നിർദ്ദേശം. വർഷം ബജറ്റ് അവതരിപ്പിച്ച് വരവ് ചെലവ് കണക്കുകൾ ജനങ്ങളെ അറിയിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കോട്ടയം നഗരസഭയിൽ നടന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. ഒരു ജീവനക്കാരൻ പെൻഷൻ തട്ടിപ്പ് നടത്തുന്നു. തനത് ഫണ്ടിൽ 211 കോടി രൂപ കാണാതാകുന്നു. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടും ആഭ്യന്തര ഓഡിറ്റിൽ ഇതൊന്നും കണ്ടെത്തിയില്ല. എന്നാൽ ഇന്റേണൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലൂടെ ഇതെല്ലാം പുറത്തുവന്നു. പിന്നാലെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ഫിനാൻസ് വിഭാഗത്തിന്റെ പരിശോധന അതെല്ലാം ശരിവയ്ക്കുകയും ചെയ്തു. സെക്രട്ടറിയോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വിശദീകരണം കൂടി നോക്കിയ ശേഷം എന്താണ് കോട്ടയം നഗരസഭയിൽ നടന്നതെന്ന് വ്യക്തമാകും. കോട്ടയം നഗരസഭയിലെ പരിശോധനയുടെ പശ്ചാത്തലത്തിലാണ് മറ്റു നഗരസഭകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചത്. എ ക്ലാസ് നഗരസഭകളിൽ 1 മാസത്തിനകം പ്രത്യേക പരിശോധന പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. സംസ്ഥാന വ്യാപകമായി 21 നഗരസഭകളിലേക്കായി പ്രത്യേക ഓഡിറ്റ് ടീമിനെയും ഇതിനായി ചുമതലപ്പെടുത്തി. തദ്ദേശ ഭരണ വകുപ്പ് ഡയറക്ടർ സാംബശിവറാവു IAS ആണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ഫെബ്രുവരി 20 മുതൽ 28 വരെയാണ് പരിശോധന നടക്കുക. പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. പരിശോധനാ സംഘം ആവശ്യപ്പെടുന്ന ഫയലുകളും മറ്റ് വിശദാംശങ്ങളും കൈമാറാൻ സെക്രട്ടറിമാർക്കും നിർദ്ദേശമുണ്ട്. കോട്ടയം നഗരസഭയിൽ നടന്നതിന് സമാനമായ ക്രമക്കേട് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പ്രധാന ലക്ഷ്യം. നേരത്തെ മുനിസിപ്പാലിറ്റികൾ പ്രത്യേക വിഭാഗമായാണ് പ്രവർത്തിച്ചിരുന്നത്. പഞ്ചായത്ത് വകുപ്പുമായി ബന്ധമുണ്ടായിരുന്നില്ല. 2 വകുപ്പുകളും യോജിപ്പിച്ച് ഡയറക്ടറേറ്റ് രൂപീകരിച്ചതോടെയാണ് കോട്ടയം നഗരസഭയിലെ തട്ടിപ്പ് പുറത്തുവന്നത്. 24 കോട്ടയം. പൊതുജനം കഴുതയല്ല സാർ. കേന്ദ്രവിഹിതം മുടങ്ങിയതോടെ സംസ്ഥാനത്തെ സമരശിക്ഷ അഭിയാൻ വഴിയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പ്രതിസന്ധിയിലാണ്. 1.5 ലക്ഷം ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠനമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. 513 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകാനുള്ളത്. 60:40 എന്ന അനുപാതത്തിലാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതികൾ നടപ്പാക്കുന്നത്. ആകെ 855 കോടിയാണ് ഈ വർഷം ചിലവ് വരുന്നത്. കേന്ദ്രം നൽകേണ്ട 513 കോടി ലഭിക്കാതായതോടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സൗജന്യ യൂണിഫോം, പാഠപുസ്തക വിതരണം, അധ്യാപക പരിശീലനം, SC/ST വിദ്യാർത്ഥി ആനുകൂല്യങ്ങൾ എന്നിവയെ ബാധിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസം നിലയ്ക്കുന്ന അവസ്ഥയിലാണ്. കണ്ണട, ശ്രവണ സഹായി, വീൽചെയർ, കിടക്ക തുടങ്ങി സഹായ ഉപകരണങ്ങളുടെ വിതരണം പൂർണ്ണമായും മുടങ്ങി. കണ്ണട, ഹിയറിംഗ് എയ്ഡ്, വീൽചെയർ, CP ചെയർ, അതുപോലുള്ള മറ്റൊരുപാട് കുട്ടികളുടെ ഷൂ, അവരുടെ മറ്റ് പരിമിതികളെ മറികടക്കാനുള്ള ഒട്ടേറെ ഉപകരണങ്ങളുണ്ട്, സഹായ സാധനങ്ങൾ. ഇതൊന്നും ഈ വർഷം ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായൊരു അല്ലെങ്കിൽ വേദനയുണ്ടാക്കുന്നൊരു വലിയ പ്രശ്നമാണ്. ഭിന്നശേഷിയിലെ പെൺകുട്ടികൾക്ക് സവിശേഷമായ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനുള്ള ഒരു ഗേൾസ് സ്റ്റൈപ്പൻഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സംഗതികൾക്ക് പോലും ഈ വർഷം അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അവസ്ഥ. സഹായം നിലച്ചത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് മാതാപിതാക്കളും പറയുന്നു. പുറമേ നിന്ന് പൈസ കൊടുക്കാറിനാൽ ഇവർ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് വാങ്ങി വെക്കാൻ പറ്റില്ല. ഇവരെ ലോസിനനുസരിച്ചിട്ട് ഒരു പക്ഷേ എമൗണ്ട് കൂടുതലായിരിക്കും. 55,000 രൂപേൻ്റെ മെഷീനാണ് ഇപ്പം മോൻ യൂസ് ചെയ്യുന്നത്. അത് അവൻ്റെ കേൾവിൻ്റെ ഇതിനനുസരിച്ചിട്ട് അത്രയും ലോസാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ചെവിയിൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞാണ് മറ്റേ ചെവിയിൽ വെക്കുന്ന മെഷീൻ്റെ പ്രൈസ്, ഇത് ഹിയറിംഗ് എയ്ഡിൻ്റെ പ്രൈസാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും ചിലപ്പം ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള എമൗണ്ട് വരും. എന്തായാലും നല്ല കുറഞ്ഞ ആ ഒരു എമൗണ്ടിൻ്റെ ഒന്നും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അത്രയും ലോസുള്ള കുട്ടികളായതുകൊണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് കേരളത്തിലുള്ളത്. 120 കോടി രൂപയുടെ പദ്ധതികളാണ് SSK വഴി ഓരോ വർഷവും കേരളത്തിൽ നടപ്പാക്കുന്നത്. കേന്ദ്രം നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ കേരളം ഒപ്പുവെക്കാത്തതാണ് വിഹിതം അനുവദിക്കാത്തതിന് കാരണം. ഇതിന്റെ പേരിൽ കേരളത്തെ തഴയുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.
പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്ത് വീണ്ടും നിയമന നിരോധനം. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന നിർദ്ദേശം നൽകി സിവിൽ സപ്ലൈസ് മേധാവി. അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലെ 142 ഒഴിവുകളാണ് ഇതോടെ റിപ്പോർട്ട് ചെയ്യാതെ മുക്കിയത്. 24 ബ്രേക്കിംഗ്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ഒഴിവുകളാണ് PSCക്ക് വിടേണ്ടെന്ന് സപ്ലൈകോ MD നിർദ്ദേശം നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ ഇത്തരമൊരു നിർദ്ദേശം നിലവിലുണ്ടെന്ന് സപ്ലൈകോ തന്നെ സമ്മതിക്കുന്നു. 105/2020 PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നൊരു നിർദ്ദേശം വകുപ്പ് മേധാവിയോ മറ്റാരെങ്കിലുമോ നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഉണ്ടെന്ന മറുപടി. അതായത് ഒഴിവുകൾ യഥാസമയം PSCക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട നിയമപരമായ ബാധ്യത ലംഘിക്കപ്പെട്ടെന്ന് സപ്ലൈകോ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. MDയുടെ നിർദ്ദേശപ്രകാരം 2024 മെയ് 17 ശേഷം ഒറ്റ ഒഴിവുകൾ പോലും PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിന് PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഈ കണക്കുകൾ തന്നെ തെളിവ്. ഏതാണ്ട് 142 ഒഴിവുകളാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ സപ്ലൈകോ മുക്കിയത്. നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടാണ് സർക്കാരിന്റെയും സപ്ലൈകോയുടെയും കണ്ണിൽ ചോരയില്ലാത്ത നടപടി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കൂടി സപ്ലൈകോയിലെ നിയമന നിരോധനത്തിന് പിന്നിലുണ്ട്. സപ്ലൈകോയുടെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള പണം നൽകാത്ത ധനവകുപ്പിന്റെ നിലപാടും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഒരു വാർത്ത അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജമ്മു കശ്മീരിൽ സൈനിക പോസ്റ്റിന് നേരെ വെടിവെപ്പ് എന്നുള്ള വാർത്ത. പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. വെടിവെപ്പിന് പിന്നാലെ സൈന്യം തിരിച്ചടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. വെടിവെപ്പിൽ നാശനഷ്ടങ്ങൾ ഇല്ല. രാവിലെയാണ് ഗുൽപൂർ സെക്ടറിലെ സൈനിക പോസ്റ്റിന് നേരെ ഈ ആക്രമണം ഉണ്ടായത് എന്ന വിവരമാണ് ഇപ്പോൾ ജമ്മു കശ്മീരിൽ നിന്ന് പുറത്തു വരുന്നത്. ജമ്മു കശ്മീരിലാണ് സൈനിക പോസ്റ്റിന് നേരെ വെടിവെപ്പുണ്ടായത്. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അച്യുതൻ ചേരുന്നു. അച്യുതൻ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് രാവിലെ 11:30ഓടെയാണ് ഗുൽപൂർ സെക്ടറിലെ സൈനിക പോസ്റ്റിന് നേരെ വെടിവയ്പ് ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ചെയ്യുന്നത്. അവിടെയാണ് അച്യുതൻ, ആ ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. അച്യുതൻ കേൾക്കാമോ? ജമ്മു കശ്മീരിലാണ് സൈനിക പോസ്റ്റിന് നേരെ വെടിവെപ്പ് ഉണ്ടായത്. രാവിലെ 11:30ഓടെയായിരുന്നു ഈ വെടിവെപ്പ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പൊടിശല്യത്താൽ വീർപ്പുമുട്ടുകയാണ് കോഴിക്കോട് ചേളന്നൂരിലെ നിരവധി കുടുംബങ്ങൾ. പൊടിപടലവും രാസപദാർത്ഥവും ശ്വസിച്ച് രോഗികളാവുകയാണ് ഇവിടെയുള്ളവർ. റോഡ് നിർമ്മാണം വേഗം പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം. സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന ഉറപ്പിൽ തുടങ്ങിയ നിർമ്മാണം എങ്ങുമെത്തിയില്ല. നിർമ്മാണം വൈകുന്നത് പ്രദേശവാസികൾക്കുണ്ടാക്കുന്ന ദുരിതം വലുതാണ്. ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയടത്ത് താഴം ചിറക്കുഴി പാവയിൽ റോഡ് പുനർനിർമ്മാണമാണ് പാതി വഴിയിൽ നിലച്ചിരിക്കുന്നത്. മണ്ണും സിമന്റും ചോക്ക് പൗഡറും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മാണം നിലച്ചതോടെ റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ച രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടെ അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയാണ്. 18, 19, 20, 21 വാർഡുകളിലെ നിരവധി കുടുംബങ്ങളെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. ഇവർക്ക് പിന്നെ പഞ്ചായത്തിലേക്ക് അയച്ചിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയ്ക്ക് അയച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അയച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലത്ത് ഞാനത് എഴുതിക്കൊണ്ട് അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരും ഈ കെമിക്കൽ ശ്വസിക്കുന്നതിനെ പറ്റി ആരും ഒരു റിപ്പോർട്ട് ഇന്നുവരെയും ചെയ്യുന്നില്ല. ആരും അതിനെപ്പറ്റി ചോദിക്കാൻ വരുന്നില്ല. സമീപത്തെ അങ്കണവാടി കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്കണവാടിയിൽ വരുന്ന കുട്ടികൾക്ക് അധികം ഒരാഴ്ച വന്ന് പിന്നെ ഒരാഴ്ചത്തേക്ക് കുട്ടികൾ അസുഖങ്ങളായിട്ട് വരാതിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇനിയിപ്പം റോഡ് പണി വേഗം നടന്നില്ലെങ്കിൽ കുട്ടികളെന്നല്ല എല്ലാവരും, നാട്ടുകാരായാലും എല്ലാവരും തന്നെ പൊടീൻ്റെ പ്രശ്നം കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ചുമയും ജലദോഷവും പനിയൊന്നും മാറുന്നില്ല. ഡ്രൈവർമാർക്കും ദുരിതം തന്നെ. ഓട്ടോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വണ്ടിൻ്റെ പിന്ന് പോയാലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് മെയിൻ്റനൻസ് വർക്കാണ് വരുന്നത്. അതുപോലെ ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലെ പിള്ളേർക്കും അസുഖങ്ങളും ഈ പൊടി പാറിയിട്ട് ഞങ്ങളോടൊക്കെ പറയാറുണ്ട്.
ഇപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളാണ്. കരാർ ഏറ്റെടുത്ത കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ് നിർമ്മാണം പാതിവഴിയിൽ നിലയ്ക്കാൻ കാരണം. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ ഉൾപ്പെടെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിനാൽ ഇവിടെ ഓരോ ദിവസവും രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ.